നമ ശിവായ. ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിലെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗുരുദേവ് CP ശാന്തിപ്രസാദ് അവർകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള 1-2 സെഷൻസ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പല ആൾക്കാരും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് അതെന്ന് പറഞ്ഞു. വളരെ പെട്ടെന്ന് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാത്ത സബ്ജക്ട്സ് ആയിരുന്നു. അതായത് ശൂന്യത, അതുപോലെ തന്നെ പൂർണ്ണത. ഈ 2 വൈരുദ്ധ്യങ്ങളെന്ന് തോന്നുന്ന ആ 2 സങ്കേതങ്ങളിലിടയിലായിരുന്നു നമ്മുടെ യാത്ര കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ അതിനുശേഷം 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അദ്ദേഹം വീണ്ടും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം യാതൊരു പ്ലാനിങ്ങും ഇല്ല. ആക്ച്വലി എങ്ങോട്ടാണ് പോകുന്നതെന്നോ എവിടെ എത്തുന്നതെന്നോ യാതൊരു ധാരണയില്ല. എന്തായാലും നമ്മൾ ആ ഒരു ഡിസ്കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്തേ, സ്വാഗതം. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 1 വർഷം? അത് യാത്രയൊക്കെ ആയിരുന്നല്ലോ. അപ്പം അത് കുറച്ച് ഹെക്റ്റിക് ആയിരുന്നു എനിക്ക്. എന്നാൽ കുറേ സമയം ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്തു. പിന്നെ തണുപ്പുള്ള രാജ്യമല്ലേ, അതെ അതെ. അപ്പൊ പിന്നെ വലുതായിട്ട് കറങ്ങാനൊക്കെ ഉള്ളൊരു മനസ്സ് വരത്തില്ല. അങ്ങനെയൊക്കെ പോയി. ക്ലാസ്സുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് കൊള്ളാമായിരുന്നു. കാരണം അവിടെ ഒരു ചെറിയ ഗ്രൂപ്പുണ്ട്. ഒരു ഇന്റൻസ് ആയിട്ട് ഈ കുണ്ടലിനി യോഗത്തിനെ കുറിച്ച് നോക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പം ആ ഗ്രൂപ്പിനോട് ചേർന്ന് വളരെ ഇന്റൻസ് ആയിട്ട് അത് നോക്കി മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തി. കുറെയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ പോകുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യും. 4 മാസമായിട്ട് നിന്നിരിക്കുക. സ്വീഡനിലല്ലേ? അപ്പൊ അവിടെ പൊതുവെ എങ്ങനെയാണ് ആളുകളുടെ ഒരു റിലീജിയസ് ആസ്പെക്റ്റുകളും അതുപോലെ തന്നെ ഈ സ്പിരിച്വൽ റിലീജിയസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം അവിടെ ഇല്ല. അത് നമുക്ക് കുറച്ച് സർപ്രൈസിങ് ആണ്. ഈ വളരെ സെക്കുലർ ഒരു രാജ്യമാണ്. സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും സെക്കുലർ ഒരു രാജ്യമാണ്. പിന്നെ ഈ ആളുകൾക്ക് അങ്ങനെ ഒരു റിലീജിയസ്, ന്യൂ ജനറേഷൻ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഏത് റിലീജിയൻ, ആര്, എന്ത്, അങ്ങനെ ഉള്ള ഒരു കാര്യമില്ല. അവരുടെ കാര്യങ്ങൾ നോക്കി അവർ പോകുന്നു. അവർക്ക് പക്ഷേ സ്പിരിച്വലായിട്ട് ഡീപ്പായിട്ട് അവരെ കുറിച്ച് മനസ്സിലാക്കണമെന്നൊരു ടെൻഡൻസി ഈ പുതിയ ജനറേഷനുണ്ട്. അതൊരു പോസിറ്റീവ് കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. പിന്നെ ചർച്ചിലൊക്കെ പോകുന്ന ആളുകളില്ല. പിന്നെ ചർച്ചസൊക്കെ പിന്നെ എന്താണ് ഒരു ഈ മ്യൂസിക്കിൻ്റെ ഒക്കെ സ്ഥലങ്ങളായി മാറും. വലിയ കൺസേർട്ടുകളൊക്കെ നടക്കുന്നത് ചർച്ചകളിലാണ്. ആളൊഴിഞ്ഞു. അത് യൂറോപ്പിൽ പൊതുവേ പൊതുവേ. പിന്നെ ഈ ഒരുപാട് ചർച്ചുകൾ ആളില്ലാതെ അങ്ങനെ കിടപ്പുണ്ട്. പിന്നെ പലതൊക്കെ വിൽക്കാനൊക്കെ ഇട്ടിരിക്കുന്നു. എന്നും പറഞ്ഞ ആളുകൾ സ്പിരിച്വൽ അല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ അന്വേഷണം ഒരു ഡീപ്പായിട്ട് അന്വേഷിക്കുന്ന ആളുകൾ തന്നെയാണ്. ആ റിലീജിയസ് ഒരു ഓറിയന്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുതിയ ഒരു ഓറിയന്റേഷൻ അവർ നോക്കുക. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അവരുടെ ശരിക്കുള്ള കൾട്ട് എന്തായിരുന്നു ആക്ച്വലി ഹോളണ്ടിന്റെ? അവിടെ ഈ നമ്മുടെ ആ മെഡീവൽ പീരീഡിലൊക്കെ ഈ റിഫോർമേഷൻ മൂവ്മെന്റ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതാണ് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റിയാണ്. അതുകൊണ്ട് അച്ഛന്മാർക്ക് കല്യാണം കഴിക്കാം, അങ്ങനെയൊക്കെയുള്ള കുറെ കൂടെ ഫ്രണ്ട്ലിയാണ്. നല്ല രസകരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എനിക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞ സമയങ്ങൾ. അപ്പൊ അവരുടെ ഈ ക്രിസ്ത്യാനിറ്റിക്ക് മുമ്പ് അവിടെ എന്തായിരുന്നു ഈ പാഗനിസം എന്നാണ് നമ്മൾ സാധാരണ വിളിക്കുന്നത്. നോർഡിക് റിലീജിയൻ എന്ന് പറയുന്നത് കുറെ നമ്മുടെ പഴയ ഗ്രീക്ക് ദേവതകളൊക്കെ ഇല്ലേ, അതേപോലെ ഇവരുടേതായ കുറെ ദേവതകളും അവരുടെ ആരാധനയും അങ്ങനെയായിരുന്നു അത് പോയത്. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഈ 1000 years ഓഫ് ക്രൂസൈഡ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇൻവൈറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്തതാണ്. ആളുകൾക്ക് കൺവേർഷൻ മാത്രമേ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ, അതല്ലെങ്കിൽ മരണം. അങ്ങനെ ആ ക്രൂസൈഡ് എന്ന് പറഞ്ഞ ആ പീരീഡിൽ ഭയങ്കരമായിട്ട് കൺവേർഷൻ നടന്നു. സമാധാനത്തിന് സമാധാനത്തിന്റെ കുരിശുദ്ധങ്ങൾ അങ്ങനെയാണ് അത് വന്നത്. ഇപ്പൊ പിന്നെ അങ്ങനെ ചർച്ചസ് ഒന്നും വലിയ ഒരു പ്രോമിനൻസ് ഇല്ല. ആളുകൾ അവരുടെ ജീവിതം നടത്തിക്കൊണ്ട് പോകുന്നു. അവരുടെ ഗ്യാതറിങ്ങളിലൊക്കെ അവർ ഇത്തരം സബ്ജക്റ്റുകൾ സംസാരിക്കുന്നു. നല്ലൊരു ഇതാണ് നമുക്ക് സെക്കുലർ രാജ്യം. പിന്നെ ഈ പാഗൻ അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ആരാധനാലയങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വർഷിപ്പുകൾ? പഴയ റിമൈൻസ് ഒന്നും അങ്ങനെ വലുതായിട്ടില്ല. അത് വളരെ മുമ്പേ ആണല്ലോ. പിന്നെ എന്നാലും ചർച്ചുകളുടെ നേച്ചർ ഡിഫറെൻ്റ് ആണ്. ഗ്രന്ന എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ചർച്ചുണ്ട്. അതിന് വളരെ വിശേഷപ്പെട്ടാണ്.
അവിടുത്തെ ജീസസിനെ ഒരു ആ സ്കൾപ്ചർ ക്രൂസിഫൈഡ് ആയിട്ടുള്ള ജീസസിന്റെ സ്കൾപ്ചർ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. സാധാരണ ഇങ്ങനല്ലേ അതെ അതെ നിൽക്കുന്നത്, ഇത് ഇങ്ങനെ നിൽക്കുക വന്നോ എല്ലാരെയും റിസീവ് ചെയ്യുന്ന ഒരു ഫോമിലേക്കാണ് അത് മാറിയിരിക്കുക. അങ്ങനെയൊക്കെ അവരുടെ തിങ്കിങ്ങിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാം ചർച്ചസിൽ. ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടോ? മീൻസ് അവരുടെ അങ്ങനെ പഠിച്ചിട്ടില്ല. പിന്നെ ഈ നോർമൽ സംസാരത്തിനിടയ്ക്ക് വരുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു രസകരമായ സംഭവം ഉണ്ട് എനിക്ക്. ഞാനിങ്ങനെ ആദ്യകാലത്ത് അവിടെ ചെല്ലും, ഒരു വർഷങ്ങൾക്ക് മുമ്പാണ്, 35 വർഷങ്ങൾക്ക് മുമ്പാണ്. അവിടെ ഞാൻ ഈ പറഞ്ഞ ചർച്ചിൽ ചെന്നു. എന്നിട്ട് തുറന്നകത്ത് കയറാം എന്നും പറഞ്ഞിട്ട് പിടിച്ചിട്ടൊന്നും തുറന്നില്ല. വലിയ ഡോറൊക്കെയാണ്, പിടിച്ചിട്ടൊന്നും തുറന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു പുറത്തിരിക്കാം, അല്ലാതെ അകത്ത് കയറാൻ പറ്റുന്നില്ല. അപ്പം വളരെ മനോഹരമായിട്ടാണ് ഗാർഡനൊക്കെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം ഞാനങ്ങനെ അവിടെ വെളിയിലിരുന്നു. അങ്ങനെ 3 ദിവസം ഞാൻ അവിടെ പോയി ഇരുന്നു. 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പ്രായമായ ഒരു സ്ത്രീ അവിടെ വന്നു. അപ്പം ഞാൻ കണ്ണടച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ കണ്ടില്ല, ഒരു ഷാഡോ ഇങ്ങനെ മാറിയതാണ് കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ കണ്ടു തുറന്നപ്പോൾ ഒരു വയസ്സായ ഒരു അമ്മൂമ്മ എന്നെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ചർച്ചിൻ്റെ നടയിൽ വന്നിരുന്ന് എന്തോ ചെയ്യുന്നു, മെഡിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം, ഒരു ക്യൂറിയോസിറ്റിയിൽ അവരവിടെ ഇരുന്നു. കണ്ണു തുറന്നു. ഞാനിവരെ കണ്ടിട്ടുണ്ട് അതിന് മുമ്പ്, പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ നമസ്തേ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു ചർച്ചിനകത്ത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ 3 ദിവസത്തിന് മുമ്പേ വന്നതാണ്, ഞാനത് പിടിച്ചു തുറക്കാൻ നോക്ക് ദ ഡോർ വിൽ ബി ഓപ്പൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നോക്ക് ചെയ്തില്ല, പിടിച്ചതേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും തുറക്കാത്തത്. ഇപ്പോൾ ഇനി ഞാൻ അകത്ത് വരണമെങ്കിൽ ആരെങ്കിലും വിളിച്ചാലേ ഞാൻ അകത്ത് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണെന്ന് തമാശയായിട്ട് പറഞ്ഞു. അപ്പോൾ അവർ ഭയങ്കര സന്തോഷമായി അവർ. എന്നിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്ത് ചർച്ചിനകത്ത് പോയി എല്ലാം കൊണ്ടുവന്ന് കാണിച്ച് അവിടെ അതിനകത്ത് തന്നെ കേക്കും ചായയും ഒക്കെ എനിക്ക് തന്നു. കുറേ നേരം നമ്മൾ ഇരുന്നിട്ട് ഈ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച്, റിലീജിയൻ അല്ല സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് സംസാരം കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡായപ്പോൾ അവർ പറഞ്ഞ് ഇറ്റ് വിൽ ടേക്ക് അനദർ 100 years ഫോർ എ സ്വീഡിഷ് പേഴ്സൺ ടു അണ്ടർസ്റ്റാൻഡ് ദ സിഗ്നിഫിക്കൻസ് ആൻഡ് മീനിങ് ഓഫ് വാട്ട് യു ഹാവ് സെഡ്. അതെനിക്ക് മനസ്സിലായില്ല, എൻ്റെ തുടക്കമല്ല ഇത് എന്താണിതെന്ന് എനിക്കത് ശരിക്കും മനസ്സിലായി. എങ്കിലും എനിക്കതൊരു കൊള്ളാൻ ഇങ്ങനൊരു കാര്യം പറയുന്നല്ലോ. അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും അപ്പം ഞാൻ അവിടെ എൻ്റെ മിസ്സസിൻ്റെ റെസ്റ്റോറൻറ്റ് കല്യാണം കഴിച്ചിട്ടില്ല, അതിൻ്റെ ഈ ഓപ്പൺ ഗാർഡനിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ വന്നു. കൂടെ ഒരു ജേർണലിസ്റ്റും ഒരു ക്യാമറമാൻ. അവരവിടെ വന്ന് ക്യാമറയൊക്കെ വെച്ച് എൻ്റെ പടങ്ങൾ ഇങ്ങെടുക്കാൻ. എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നൊരു പിടിയും കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ജേർണലിസ്റ്റാണ് ഇതെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ കുറച്ച് സംസാരിച്ചു. അപ്പം ഞാൻ ഈ ലാസ്റ്റ് സപ്പറിനെ കുറിച്ചൊക്കെ സംസാരിച്ചു, കഥയൊക്കെ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. അത് ഞാൻ അവിടെ നിന്ന് മടങ്ങി വരുന്നതിന് 2 ആഴ്ചയ്ക്ക് മുമ്പാണ്. അപ്പം ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം പേപ്പറിലൊരു ന്യൂസ്, ഇന്ത്യൻ ഫിലോസഫർ വിസിറ്റിംഗ് സ്വീഡൻ. ഇല്ല, വലിയ പബ്ലിസിറ്റി. ആ ചർച്ചിന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ആ ചർച്ചിന് നടയിൽ പോയിട്ട് ഞാൻ ചുമ്മാ ഒറ്റ ചെയ്തിട്ടുണ്ട്, ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതങ്ങനെ ഒരു പബ്ലിസിറ്റി അവിടെ ആകസ്മികമായി വന്നു. അന്ന് കറുത്ത മുടിയാണ്. അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടുത്തെ ഒരു ചർച്ച ഒരു വലിയ സപ്പോർട്ടിങ് സംഭവമായിട്ട് അങ്ങ് മാറി. അപ്പൊ ഈ പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള ആളുകളുമായിട്ടും ഇങ്ങനെ ഇടപഴകുമ്പോഴും ഇങ്ങനെ ഈ അങ്ങയുടെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴും ഒക്കെ എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എവൈക്കനിങ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. അപ്പോൾ എവേക്കനിങ് വരണമെങ്കിൽ നമ്മൾ വി ഷുഡ് ബി ഇൻ സ്ലംബർ ഓർ ഇൻ ഡീപ് സ്ലീപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്ലീപ്പായിട്ട് കാണുന്നത് എന്താണ്, എന്തിൽ നിന്നാണ് നമ്മൾ ഉണരേണ്ടത്? അത് ആക്ച്വലി ഐഡിയ തന്നെ വരുന്നത് ഇഗ്നോറൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന്. ഇപ്പൊ കണ്ണടച്ചിരിക്കുമ്പോൾ ഇരുട്ടാണ് പൊതുവെ. അപ്പോൾ ഇരുട്ടിൽ നിന്ന് നമുക്ക് പ്രകാശത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് നമ്മുടെ ഈ സ്പിരിച്വൽ സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ഈ ജ്യോതിർഗമയ എന്ന് പറഞ്ഞ മന്ത്രം തന്നെ. അപ്പം നമുക്ക് എന്തോ കാരണം ഈ തമസ് എന്ന് പറയുന്നത് ഈ വെറും ഇരുട്ടല്ല, ഇരുട്ട് നമുക്ക് ദുഃഖമാണ് ഉണ്ണി എന്നൊക്കെ പറഞ്ഞ് പ്രകാശം അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഈ ഇരുട്ടെന്ന് പറയുന്നത് കണ്ണ് കാണാൻ വയ്യാത്ത ഒരു സ്ഥലത്തേക്ക് നിൽക്കുകയല്ലേ. കണ്ണ് തുറന്ന് നമ്മൾ ഇരിക്കുമ്പോഴും
നമുക്ക് കാഴ്ച കറക്റ്റല്ല എന്ന ഒരു ബുദ്ധിമുട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒരാൾക്ക് തോന്നാതിരിക്കത്തില്ല. കാരണം പിടികിട്ടുന്നില്ല എന്നതാണ് സത്യം. അതെ, നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നു, പക്ഷെ പിടികിട്ടുന്നില്ല. ഈ പിടികിട്ടാത്തത് കൊണ്ട് ദുഃഖമുണ്ടെന്ന്. അപ്പൊ ദുഃഖ നിവാരണത്തിന് വേണ്ടി കണ്ണ് തുറന്നിരിക്കണം. അപ്പൊ കണ്ണ് തുറക്കാന്ന് വെച്ചാൽ അവേക്കനിങ് ആണ്. ഈ ഇപ്പൊ കണ്ണ് തുറന്നിരുന്നിട്ടും പിടികിട്ടാതിരിക്കുമെങ്കിൽ വേറെന്തോ തുറന്നാലേ ഈ കാഴ്ച ശരിയാകുള്ളൂ എന്ന ഒരു സ്ഥലത്തേക്ക് എത്തുമല്ലോ. അപ്പൊ ആ തുറപ്പിനെയാണ് നമ്മൾ ഈ പറയുന്ന അവേക്കനിങ് എന്ന് അവരുദ്ദേശിച്ചിരിക്കുന്നതാണ് കണക്കാക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ എന്താ പറഞ്ഞാൽ കണ്ണ് അടച്ചിരിക്കുന്നു, കാണാൻ പറ്റുന്നില്ല. കണ്ണ് തുറന്നിരിക്കുന്നു, കാണാൻ പറ്റുന്നുണ്ട്. കണ്ണ് തുറന്നിരുന്നിട്ടും കാഴ്ച കറക്റ്റ് അല്ലാതിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാമല്ലോ. മിക്കവാറും അങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു കാര്യം കാണുമ്പോൾ നമ്മുടെ മനസ്സിനകത്തിരിക്കുന്ന ഐഡിയ കാണുന്ന കാര്യത്തിൽ ആരോപിച്ചിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. വിളക്ക് എന്ന് നമ്മൾ പറയാം. വിളക്കെന്ന് പറയുമ്പോൾ വിളക്കിൻ്റെ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ട്. ആ ഐഡിയയെ ഈ കാണുന്ന വിളക്കിലേക്ക് ആരോപിച്ചിട്ട് വിളക്കെന്ന് അതിനെ മനസ്സിൽ റെക്കഗ്നൈസ് ചെയ്യാം. അപ്പം മനസ്സിന്റെ കണ്ടന്റ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാം. ആക്ച്വലി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈ വിളക്കിനെ അല്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്ന അറിവിനെ ഈ വിളക്കുമായി കമ്പൈൻ ചെയ്തിട്ട് അതിനെ റീഅഫേം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വിളക്കിനെ നമ്മൾ കാണുന്നില്ല എന്നാണ് സത്യം. ഈ വിളക്കിലോട്ട് വിളക്കെന്ന് പറയുന്ന ഈ വേർഡും വിളക്കിന്റെ ഫോമും നമ്മുടെ ഉള്ളിലുള്ളത് ഇതിലേക്ക് ആരോപിച്ചിട്ട് അത് റെക്കഗ്നൈസ് ചെയ്യുന്നു മനസ്സ്. അപ്പോൾ വിളക്കിനെ കണ്ടു എന്ന് മനസ്സിലാവും. നമ്മൾ വിളക്കിനെ കാണുകയല്ല ചെയ്തത്, നമ്മൾ ആ ഫോമും ആ രൂപവും കൂടെ ആ രൂപവും ആ ഭാഷ ആ വേർഡും കൂടെ അതിൽ അറ്റാച്ച് ചെയ്തിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കുന്നത്. അപ്പോഴങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഈ വിളക്കെന്ന് പറയുന്ന ഒരു സാധനം, പ്രീ നോയിങ് എന്ന് ഇപ്പം വിളിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതുണ്ട്. അതാണ് നമ്മൾ നേരത്തെ കണ്ട വിളക്ക്. ഇപ്പൊ ഞാൻ നേരത്തെ കണ്ടത് വലിയ നിലവിളക്കാണെന്ന് വെച്ചോളൂ. അപ്പൊ അങ്ങനെ ഒരു കൊച്ചു വിളക്ക് വേറൊരു ഷേപ്പിലൊരു വിളക്കിരിക്കുകയാണെങ്കിൽ ഇതിനെ വിളക്കെന്ന് എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെ എപ്പോഴും മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രീവിയസ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഏതാണ്ട് അതുമായിട്ട് പോകുന്നെങ്കിൽ നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അത് നമ്മൾ അറിവാക്കി മാറ്റി വെക്കുന്നു. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ക്ലിയറായി. അപ്പൊ ഈ പറഞ്ഞ നമ്മൾ ഒരിക്കൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ ഒരാള് മാങ്ങ, അത് രസകരമായ കാര്യമാണ്. എൻ്റെ മകൻ്റെ അടുത്ത് സ്കൂളിൽ ടീച്ചർമാർ ഇങ്ങനെ കുട്ടികളുടെ അടുത്ത് പടം വരയ്ക്കാൻ പറയും. ഒരു മാങ്ങയുടെ പടം വരയ്ക്കാൻ പോകും. അങ്ങനെ എല്ലാ കുട്ടികളും മാങ്ങയുടെ പടം വരച്ചു. ഈ പയ്യനും മാങ്ങയുടെ പടം വരച്ചു. അപ്പോൾ ടീച്ചർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് മാങ്ങയെപ്പോലെ ഇരിക്കുന്നില്ല, മാങ്ങയല്ല ഇതൊന്നും. അപ്പോൾ ഒരു വിഷമം വരുമല്ലോ, നമ്മൾ വരച്ചത് മാങ്ങയല്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ വീണ്ടും വരച്ചു. ഇങ്ങനെ 2-3 ആവർത്തി വരച്ചിട്ട് ഒന്നും മാങ്ങയായില്ല. അപ്പം അങ്ങനെ വിഷമിച്ച് ഇവിടെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒന്നുകൂടെ വരച്ചു കൊണ്ടുപോകും, ശരിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീണ്ടും ഒരു മാങ്ങ വരച്ച് സ്കൂളിൽ കൊണ്ടുപോയപ്പോൾ അത് മാങ്ങയല്ല എന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ തിരിച്ച് വിഷമിച്ച് വന്നു. അപ്പം ഞാനൊരു മാങ്ങ പോയി വാങ്ങി. ഈ മാങ്ങ ഒരു പേപ്പർ ചെയ്യാൻ പാടില്ലാത്തതാണ് കലയിൽ. കലയിൽ ഇത് കാണിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഈ വിഷമം മാറണമല്ലോ. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് മാങ്ങ കൊടുത്തു, കടലാസ് വെച്ചു, അതിൽ മാങ്ങയെ അതിന് ചുറ്റും വരച്ചു. അതും കൊണ്ടുപോയി. അതും കൊണ്ട് പോയപ്പോഴത്തേക്ക് അപ്പോഴും ടീച്ചർ പറഞ്ഞു, ഇത് മാങ്ങയല്ല. അപ്പോൾ അതാണ് കോൺസെപ്റ്റ്. അവർ കണ്ടിട്ടുള്ള മാങ്ങ ഇതുമായിട്ട് പോകത്തില്ലായിരിക്കും. അങ്ങനെ ഈ നമ്മൾ കാണേണ്ട കാര്യങ്ങളുടെ എല്ലാം കോൺസെപ്റ്റുകളും ഐഡിയകളും മനസ്സിൽ വെച്ചിട്ട് അതിനെ കാണുന്ന പുതിയ വസ്തുവിൽ ആരോപിച്ചിട്ട് അതുമായി പോകുന്നെങ്കിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും, പോകുന്നില്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യില്ല. ഇങ്ങനെയല്ലേ മനസ്സിലാക്കുന്നത്. എന്നാൽ സ്ഥായിയായ മനസ്സിലാക്കൽ ഇങ്ങനെയാണോ? ഇപ്പൊ പേരിനെയും ഫോമിനെയും കൂടെ കൂട്ടി അണക്കുമ്പോൾ നമ്മൾ മനസ്സിലായി എന്ന് വിചാരിക്കും. അതേസമയത്ത് ആ വിളക്കിനെ നമ്മൾ കണ്ടോ? കണ്ടിട്ടില്ല. അതിനെ ഫീൽ ചെയ്തിട്ടില്ല. അതുമായിട്ട് നമ്മൾ ലയിച്ചോ? ഇല്ല. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വിളക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ് നമ്മൾ ചുറ്റുപാടുകളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ബാക്കിയുള്ള മനസ്സിന്റെ കണ്ടന്റിനെ മാറ്റി വെച്ചിട്ട് ഈ വിളക്കിനെ കാണുന്ന സമ്പ്രദായം നമുക്ക് ശീലമില്ല. പറഞ്ഞു വെച്ചിരിക്കുന്ന ആപേക്ഷികമായിട്ടുള്ള അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ മനസ്സിലാക്കുന്നു,
പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല. അങ്ങനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ മനസ്സിലാക്കണം എന്ന ഐഡിയ അവിടെ ലൈവായി കിടക്കുമല്ലോ, അല്ലേ? അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് ഉണ്ടാകുന്നത്? ദുഃഖം ഉണ്ടാവുമല്ലോ. ഈ ദുഃഖത്തിൽ നിന്ന് പുറത്തിറങ്ങി വരാനാണ് ഈ അവേക്കനിങ് എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനല്ലേ പറ്റുള്ളൂ. പക്ഷെ അതിന് നമ്മൾക്ക് അങ്ങനെ ട്രെയിനിങ് ചിലപ്പോൾ കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാതെ വിഷമിച്ചുകൊണ്ടേ നടക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ സാഖ്യയിലൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മൾ മനുഷ്യരെല്ലാവരും ഈ ത്രിവിധ ദുഃഖങ്ങളിൽ പെട്ട് കിടക്കുകയാണ്. ഇത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ദുഃഖത്തിൽ കിടക്കുക. അപ്പൊ അതുകൊണ്ട് ഈ ദുഃഖ ശമനം അത്യാവശ്യമാണ്. കാരണം ഇതൊരു സുഖമുള്ള കാര്യമല്ല ദുഃഖിക്കാൻ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമുക്ക് കണ്ണ് തുറക്കപ്പെടും. അതെ, റാഷണലിസ്റ്റുകളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം അവർ പറയുന്നത് ഭൂമിയിൽ നമ്മൾ ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ. അപ്പൊ ഈ 70 കോൺസെപ്റ്റുകൾക്ക് ശേഷമാണല്ലോ അങ്ങനെ ഭൂമിയിൽ വൺ ടൈം ഇൻ എർത്ത് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. അപ്പൊ ഇവിടെ വന്നു, നമ്മളിങ്ങനെ കണ്ണാ തുറന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞു. പക്ഷെ സന്തോഷം മാത്രമായിട്ട് നമ്മൾ ജീവിച്ചു പോവുകയാണെങ്കിൽ ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. ഓക്കെ, ചെറിയ ചെറിയ ദുഃഖങ്ങൾ വരും, അത് ആവേശിക ദുഃഖങ്ങൾ മാറ്റം വരും. പക്ഷെ സ്ഥായിയായുള്ള ഈ ദുഃഖം നമുക്ക് വരുന്നതിന് കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഒന്നും ഉത്തരവില്ല. അപ്പൊ അതിന് ഒരു റീസൺ ഉണ്ടാവണം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദുഃഖത്തിലേക്ക് വീണ്ടും 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 ദുഃഖത്തിലേക്ക് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ദുഃഖത്തിനെയും സുഖത്തിനെയും നമ്മൾ മനസ്സ് തിരിച്ചറിയുന്നുണ്ടാണല്ലോ നമുക്ക് ദുഃഖത്തിനെ അറിയാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇരുട്ടെന്ന് പറയുന്ന സാധനമല്ലേ, ഇറ്റ്സ് ആബ്സെൻസ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രകാശത്തിനെ അറിയാവുന്നുള്ളത് കൊണ്ടാണ് പ്രകാശം ഇല്ലാത്തതിനെ നമ്മൾ ഇരുട്ടെന്ന് അറിയുന്നത്. അപ്പൊ ഈ ദുഃഖത്തിനെ തിരിച്ചറിയണമെങ്കിൽ ഇതിനു മുമ്പ് നമ്മുടെ മനസ്സ് സുഖം അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സുഖം എന്തായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിപ്പോ എനിക്ക് തോന്നുന്നത് രൂഹാണല്ലോ. അതെ. അപ്പൊ ഈ നമ്മൾ മനസ്സ് ഇൻസ്ട്രുമെന്റ് മനസ്സിലാക്കുന്ന ഇൻസ്ട്രുമെന്റ് മനസ്സാണ്. ഈ മനസ്സിലാക്കുന്ന ഇൻസ്ട്രുമെന്റ് വെച്ച് നമ്മൾ പുറം ലോകത്തിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ആ മനസ്സിലാകുന്ന വേളയിൽ എന്തൊക്കെയോ മനസ്സിലാകുന്ന സാഹചര്യത്തിൽ നമുക്ക് അതിനെ പൂർണ്ണമായി മനസ്സിലാകില്ലെന്ന് ഈ പറഞ്ഞ സംശയമുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ ഫങ്ഷൻ മനസ്സിലാക്കണ്ടേ, ഏത് ഇൻസ്ട്രുമെന്റിന്. ആ ഇൻസ്ട്രുമെന്റ് വെച്ചാണ് നമ്മൾ ലോകത്തെ മനസ്സിലാക്കുന്നത്. ആ ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ആണ് ഇത് രണ്ടും കൂടെ ആകുമ്പോഴാണ് ഈ പൂർണ്ണത എന്ന് പറയുന്നത്. അതിലൊരു പാർട്ടിനെ മാത്രം എടുത്തു വെച്ചിട്ട് മനസ്സിലാക്കി പൂർണ്ണതയിലേക്ക് പോകാം എന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഒരു മൗഢ്യം അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ അകത്തേക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യം വരുന്നത്. അങ്ങനെ അകത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ മനസ്സ് ഒരുപാട് വൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു വൃത്തിയാണ് ഈ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്, പ്രമാണം. അപ്പൊ അങ്ങനെ പ്രമാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പാർഷ്യലായിട്ട് മനസ്സിലാക്കും, പൂർണ്ണമായിട്ട് മനസ്സിലാക്കില്ല. അപ്പൊ അത് തെറ്റിദ്ധാരണയായി മാറും. അപ്പൊ തെറ്റിദ്ധാരണയാണെന്ന് പിന്നെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം വരുമല്ലോ. ഇങ്ങനെയൊക്കെയാണ് ഈ ദുഃഖം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു കാര്യത്തിനെ നോക്കി മനസ്സിലാക്കുന്ന ഇൻസ്ട്രുമെന്റിനെ മനസ്സിലാക്കാൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിൽ അറിവ് പാർഷ്യലായി തന്നെ ഇരിക്കും. ആ ഇൻസ്ട്രുമെന്റ് വെച്ചാണ് ഈ പ്രയോഗം നടത്തുന്നത്, മനസ്സിലാക്കൽ പ്രയോഗം. അപ്പൊ അതുകൊണ്ടാണ് അകത്തോട്ട് നോക്കേണ്ട ആവശ്യം വരുന്നത്. എങ്ങനെയാണ് മനസ്സെന്താ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുകയാണ്. അപ്പൊ മനസ്സിന്റെ പ്രവർത്തനം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിനകത്ത് കാണാം ചിന്തകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഉള്ളതാണ്. ആ ചിന്തകൾ വരുന്നത് മൈൻഡിന്റെ കണ്ടന്റിൽ നിന്നാണ്. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മെമ്മറിയാണ്. മെമ്മറിയിൽ നിന്ന് ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അതിന്റെ ബേസിസിൽ ഒരു ജഡ്ജ്മെന്റ് ഒക്കെ ഉണ്ടാക്കുന്നു. ആ ജഡ്ജ്മെന്റിനെ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആകുമോ ഇല്ലയോ എന്നൊക്കെ നോക്കി കോൺസെപ്റ്റും ബിലീഫ്സും ഐഡിയാസും ഒക്കെ ഉണ്ടാക്കുന്നു. അതിന്റെ പേരിൽ നമുക്കത് അറിയാവുന്നവനാണെന്ന് വിചാരിച്ചൊരു സന്തോഷിക്കുന്നു. അപ്പോൾ ആ സന്തോഷം ബാക്കിയുള്ളവർക്ക് എത്തട്ടെ എന്ന് വിചാരിച്ച് അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവർ ചിലപ്പോൾ റിജക്ട് ചെയ്യുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാകുന്നു, അവർ അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് സുഖം ഉണ്ടാകുന്നു. ഇങ്ങനെ ഈ സിസ്റ്റം പോവുക. അപ്പൊ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫങ്ഷൻസ് മൈൻഡിനകത്ത് ഈ പറയുന്ന കോംപ്രിഹെൻഷൻ, മിസ്ആപ്രിഹെൻഷൻ, മെമ്മറി, ഇമാജിനേഷൻ, ഉറക്കം, സ്ലീപ്പ് എന്ന് പറയുന്ന ഈ ഫ്ലക്ച്വേഷൻ, പ്രമാണ, വിപരീ, വികല്പ, നിദ്ര, സ്മൃതി എന്ന് പറയുന്ന ഈ ആക്ടിവിറ്റീസ് മൈൻഡിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുക. ഇത് റെസ്റ്റ്ഫുൾ ആയിരിക്കുന്നത് ഉറങ്ങുമ്പോഴാണ്. അല്ലാത്ത നേരങ്ങളിൽ ഇത് കോൺസ്റ്റന്റ് ഓപ്പറേഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇത് റെസ്റ്റ്ലെസ് ആയിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റാണ്. ഉറങ്ങുമ്പോൾ റെസ്റ്റ്ഫുൾ ആയി എന്ന് അറിയാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് ആ റെസ്റ്റ്ലെസ്നെസിന്റെ ഇംപ്രഷൻ അതിന്റെ ഡീപ്പായിട്ട് അവിടെ കിടപ്പുണ്ട്. എങ്കിലും സ്വപ്നത്തിലൂടെയൊക്കെ അതിന്റെ പ്രൊജക്ഷൻസ് വരാറില്ലേ പലപ്പോഴും? സ്ലീപ്പിൽ മാത്രമല്ലേ അങ്ങനെ റെസ്റ്റ്? പക്ഷേ ഈ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഈ ഡ്രീം
ക്രിയേറ്റ് ചെയ്യുമ്പോഴേ നേരത്തെ ഉള്ള മെമ്മറി കണ്ടന്റിനെ ഇമാജിനേഷനുമായിട്ട് ചേർന്നിട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പുതിയ വേൾഡാണ്. ആ വേൾഡ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ആ ഇമാജിനേഷനിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അത് ഒരു ഇല്ലസറി വേൾഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴുള്ളത് ഇല്ലസറി ആണ്, അതേസമയത്ത് ഡ്രീം അതിനേക്കാളും വലിയ ഇല്യൂഷനാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇല്ലസറി വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നിൽക്കുമ്പോൾ ഇത് സ്ഥായിയല്ല എന്നും സത്യമല്ല എന്നും തോന്നുന്നത് കൊണ്ട് തന്നെ എന്താണ് സത്യം എന്ന് അറിയണം എന്നൊരു ആഗ്രഹം വരും. ആ ആഗ്രഹം ആണ് നമ്മളെ ഈ അവിടെ എത്തുന്നില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് തരും. ഇതെല്ലാം മൈൻഡ് ചെയ്യുന്നതാണ്. ഈ മൈൻഡിന് സത്യം അറിയാൻ പറ്റൂല എന്നുള്ള സത്യമാണ് നമുക്കറിയാം. അപ്പൊ അവിടെ പരിപാടി നിൽക്കും. അതില്ലേ ആ പരിപാടി ഇല്ല, ഇവനെല്ലാം അറിയാന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ പോകുന്നത്. ഈ മൈൻഡ് വെച്ച് നമുക്ക് എല്ലാം സാധിക്കാം എന്നുള്ളത്. അപ്പൊ അത് വെച്ച് നടക്കില്ല എന്ന് നമുക്ക് പരിപൂർണമായിട്ട് മനസ്സിലാകുന്ന ഒരു സന്ദർഭത്തിലാണ് ആ ആക്ടിവിറ്റീസിനെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം എന്ന ഒരു ഡിസിഷൻ വരുന്നത്. ആ ഡിസിഷനെയാണ് മഹർഷി പതഞ്ജലി വലിയ കോർ പ്രിൻസിപ്പിളായിട്ട് എടുത്തിട്ട് യോഗസൂത്രത്തിന്റെ ബേസിക് ഡെഫിനിഷൻ, യോഗയുടെ ബേസിക് ഡെഫിനിഷൻ ചിത്തവൃത്തി നിരോധം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഈ പുറത്തോട്ട് മാത്രം നോക്കിയിരുന്നാൽ നമുക്ക് ഈ കാര്യം പരിപൂർണമായിട്ട് അറിയില്ല, അപ്പൊ ദുഃഖം ബാക്കിയാവും. എന്നാൽ അകത്തോട്ട് കൂടെ നോക്കുകയാണെങ്കിൽ ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നും കൂടെ അറിയാമെന്നുള്ളത് കൊണ്ട് അത് കുറച്ചുകൂടെ റിഫൈൻഡ് ആകും. കണ്ണടച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അവസാനം അകത്തോട്ട് നോക്കുമ്പോൾ അവിടെയും ഒന്നുമില്ല. ഈ തോട്ടിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തോട്ട് പതുക്കെ സബ്സൈഡ് ചെയ്യും. പിന്നെ വരുന്നത് ഒരു ഇമോഷണൽ പ്ലാനാണ്, അതിന്റെ ഡീപ്പായി കിടക്കുന്നതാണ്. ആ ഇമോഷണൽ തൊടുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്റ്റിമുലന്റ് ആവും. സ്റ്റിമുലന്റ് ദുഃഖമാണെങ്കിലും എന്ത് തരം ഇമോഷൻ ആണെങ്കിലും അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് വലുതായി കാണും. നോക്കില്ലെങ്കിൽ അവിടെ അത് ഉണ്ടെന്ന് തന്നെ അറിയില്ല. അങ്ങനെ അകത്തോട്ട് നോക്കുമ്പോൾ ഈ ഇമോഷൻസ് ഒക്കെ സർഫസ് ചെയ്തിട്ട് നമ്മളൊരു പ്രത്യേക ട്രാൻസിലേക്ക് മാറുക. ഈ ട്രാൻസിന്റെ എൻഡ് എന്ന് പറഞ്ഞാൽ ഈ സെലിബ്രേഷന്റെ എൻഡ് എന്ന് പറയുന്ന ശൂന്യത. സെലിബ്രേറ്റ് ചെയ്ത് തീരുന്ന റിലീഫ് ഉണ്ടല്ലോ, ആ റിലീഫ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ആക്ടിവിറ്റി കാണത്തില്ല. അങ്ങനെ മനസ്സിനൊരു ബേസ് ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് മനസ്സിന്റെ ബേസാണ്. ആ ബേസിന് നമുക്ക് ഇളക്കാൻ പറ്റില്ല, അനക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഉള്ളതാണ്. അതിന്റെയും ഡീപ്പായിട്ട് ഈ സൂപ്പർ കോൺഷ്യസ് എന്നാണ് പ്രയോഗിക്കുന്നത്. നമുക്ക് സാധാരണഗതിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തവരെ അറിയാം. അതുകൊണ്ട് സൂപ്പർ, അതുകൊണ്ട് സൂപ്പർ കോൺഷ്യസ് എന്ന് പറയും. അപ്പൊ ആ റെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ അവിടെ നിശൂന്യത പോലെയാണ്. അതിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പ്രശ്നം ശൂന്യതയെന്നും പൂർണ്ണതയെന്നൊക്കെ പറയുന്ന. അപ്പൊ അങ്ങനെ ഇതിലേക്ക് നോക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മനസ്സ് ഇപ്പൊ അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു സ്റ്റിൽനെസ്സിലാണ് എന്ന് മനസ്സിലാവും. അതിൽ ആ സ്റ്റിൽനെസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന റിഫ്ലക്ഷൻസ്, പ്രലംബതകളാണ് നമ്മുടെ ഈ തോട്ട്സ് എന്ന് പറയുന്നത്. തോട്ട്സ് വരുന്നത് മെമ്മറിയിൽ നിന്നാണ്. ഇത്രയും നമ്മൾ കാണും. അങ്ങനെ അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തോട്ട് കുറേശ്ശെ അങ്ങ് സെറ്റിൽ ചെയ്തിട്ട് അതിൻ്റെ ഡീപ്പർ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങാം. അവിടെയാണ് ഈ ഇമോഷണൽ ലെവൽ എന്ന് പറയുന്നത്. ശാന്തമായിരിക്കുന്ന ഒരു കണ്ടീഷനിൽ എത്തുന്നത് കൊണ്ട് അത് വയലന്റ് ആയിട്ടുള്ള ഇമോഷൻസിനെ ഒന്നും സർഫസ് ചെയ്യില്ല ആ സമയത്ത്. അപ്പം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ലൈക്ക് സോറോ അല്ലെങ്കിൽ ജോയ്, സെലിബ്രേഷൻ, അങ്ങനെ എമ്പതി, അങ്ങനെയൊക്കെ പറയുന്ന കാര്യം, കാരുണ്യം, സ്നേഹം, ആ വികാരങ്ങൾ ഇങ്ങനെ വരും. അപ്പൊ ആ വികാരങ്ങൾ വരുമ്പോഴും അവിടെ ഒരു സാധനം ഉണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു പ്രതലം അതിന്റെ ബാക്കിൽ കിടപ്പുണ്ട്. അതിന് മുമ്പാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. അത് കണ്ട് നമ്മൾ അതുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അതെന്താണെന്ന് മനസ്സിലായതുകൊണ്ട് അതിന് ആവശ്യമില്ല, അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് അത് പോവുകയും ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഒൺനെസ് എന്ന് പറയുന്നത്. ആ ഒൺനെസ്സിനെയാണ് നമ്മൾ ഈ അന്വേഷിക്കുന്ന ഗോൾ എന്ന് പറയുന്ന സത്യം എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിൽ ഏതാണ് സത്യം എന്നുള്ള ഒരു പ്രശ്നം കിടക്കില്ല. ഇത് രണ്ടും നമുക്ക് ഏതാണ്, അതാണോ ഇതാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അവിടെ ഒരു കൺഫ്യൂഷൻ കിടക്കുന്നു. ആ കൺഫ്യൂഷൻ അങ്ങ് മാറുക. ഈ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത മൈൻഡ് തൽക്കാലത്തേക്ക് ഡീഫൻറ്റ് ആയി പോയതുകൊണ്ട് നമ്മൾ അവിടെ ശാന്തമായിരിക്കുക. ആ ശാന്തതയിൽ നിന്ന് നമുക്ക് അനുഭവമാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടല്ല ഒന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഇരിക്കുന്ന ആളാണ് ഈ പ്രപഞ്ചം എന്ന് തിരിച്ചറിയുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു എക്സ്റ്റാറ്റിക് സെലിബ്രേഷൻ, അതിനെയാണ് ഈ പ്രേമം എന്ന് പറയുന്നത്. ആ പ്രേമത്തിന്റെ പരിസമാപ്തിയിൽ അവിടെ ഒന്നുമേ ഇല്ല. അപ്പൊ അതാണ് ഒറിജിൻ എന്നും ഒരു ആനന്ദശൂന്യത എന്ന് പറയാം. അതാണ് ഇതിന്റെ ഒറിജിൻ. അവിടെ നിന്നാണ് എല്ലാം ഉണ്ടായത്. എല്ലാം അതിലേക്ക് തന്നെ ലയിക്കുന്നു. നമ്മൾ അവിടെ അങ്ങനെ
അങ്ങനെ ഇരിക്കുന്നു. അത് മാത്രമാണ് സത്യമെന്നും ബാക്കി തോന്നിച്ചതെല്ലാം ഒരു പ്രൊജക്ഷൻ ആയിരുന്നെന്നും തിരിച്ചറിയുമല്ലോ. അപ്പൊ ഈ പ്രൊജക്ഷനെ പിൽക്കാലത്ത് ആചാര്യന്മാർ മായയാണെന്നൊക്കെ പറഞ്ഞു. സത്യവസ്തു ഒന്നേ ഉള്ളെന്നും അതല്ലാതെ കാണുന്നതെല്ലാം മായയാണെന്നും, അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മനസ്സ് അതിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് അതിനെ കണ്ടത് എന്നുള്ളത് കൊണ്ട് അത് മായയും. എന്നാൽ പ്രൊജക്റ്റ് ചെയ്യാതെ മനസ്സേ അവിടെ ഇല്ലാതിരിക്കുമ്പോൾ ഏതെങ്കിലും ഇമ്പ്രഷനോ വല്ലതും അകത്ത് വരുന്നെങ്കിൽ അത് വരുന്ന ഇമ്പ്രഷൻ അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടും ഒരു ശൂന്യതയാണ്, ഒരു സ്റ്റിൽനെസ്സാണ്. ഈ പറയില്ലേ നമ്മൾ എന്താണ് പറയുന്നത്, ഒരു വാക്കുണ്ടല്ലോ ഈ സ്റ്റിൽനെസ്, ആ സ്റ്റിൽനെസ്സാണ് എപ്പോഴും ഉള്ളത്. അത് ഈ മാനിഫെസ്റ്റേഷൻ നടക്കുമ്പോഴും അതുണ്ട്. വോയിഡ്, ആ വോയിഡ് നേരെ എപ്പോഴും ഉണ്ട്. അതിൽ മാനിഫെസ്റ്റേഷൻ നടക്കുന്നു. ഈ മാനിഫെസ്റ്റേഷൻ ഡിസോൾവ് ചെയ്ത് പോകുമെങ്കിൽ അപ്പോഴും ആ വോയിഡ് അവിടെ ഉണ്ടാകും. അതിനെയാണ് അതാണ് ഞാൻ നോക്കിയ നിശ്ചല തത്വം. ഇങ്ങനെ ഈ നിശ്ചല തത്വമാണ് ഞാനെന്ന് തിരിച്ചറിയുന്നതിനാണ് നമ്മൾ ഈ വലിയ സ്പിരിച്വൽ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് പുറത്ത് മാത്രം നോക്കിയാൽ അത് പൂർണ്ണമാകത്തില്ല. അതുകൊണ്ടാണ് അകത്തും കൂടെ നോക്കുക എന്ന് പറയുന്നത് ആവശ്യമായത്. അങ്ങനെ അകത്തോട്ട് നോക്കുമ്പോൾ അകത്തിന്റെ എക്സ്റ്റൻഷനാണ് ഈ വായിൽ എല്ലാത്തിലൂടെയും പോവുക. ഇത് വിശിഷ്ട അദ്വൈത വേദാന്തം എന്ന് നമുക്ക് കാണേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ച് സമാനമൊക്കെ വന്നേക്കും. അതെ. പക്ഷെ അങ്ങനെ ആവുമ്പോഴും അപ്പൊ നമ്മൾ ഈ മൈൻഡിന്റെ കാര്യം പറഞ്ഞു. മൈൻഡിന്റെ ഒരുപാട് തരത്തിലുള്ള ഫ്രാഗ്മെന്റേഷൻസ് ആണ് ഈ. അപ്പൊ നമുക്ക് ഓരോരുത്തരും കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ റൂമിൽ 5 പേരുണ്ട്. 5 പേർക്ക് 5 മനസ്സാണ്. ഇനി ഈ 5 മനസ്സിനെ തന്നെ വീണ്ടും നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ മനസ്സിനകത്ത് തന്നെ ഞാൻ മനസ്സെന്ന് പറയുന്ന സാധനം തന്നെ പല ഡിവിഷൻസ് ആയിട്ട് പലതായിട്ട് പോകുന്നു. ഒരേ സമയം തന്നെ എൻ്റെ വളരെ നെഗറ്റീവായിട്ടുള്ള കോൺസെപ്റ്റുകളും അതോടൊപ്പം തന്നെ പോസിറ്റീവായ കോൺസെപ്റ്റും വരുന്നു. നെഗറ്റീവിൽ തന്നെ അതിനൊരുപാട് ഡയമെൻഷൻസ് വരുന്നു, ഡിഫറൻസിയേഷൻസ് വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ മൈൻഡ് തന്നെ യഥാർത്ഥത്തിൽ ഒരേ സമയം ഏറ്റവും സൂക്ഷ്മവും എന്നാൽ അത് ഏറ്റവും സ്ഥൂലവുമായ ഒരു സംഗതിയായിട്ട് മാറുന്നു. അപ്പം അങ്ങയുടെ മനസ്സിൽ ഇപ്പം എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പം ചങ്ങമ്പുഴ പാടിയതുപോലെ അരികിലേക്കാൾ അരികിലാണ് നീ, അകലേക്കാൾ അകലെയാണ് അത്ഭുതം എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു സങ്കല്പത്തില് എൻ്റെ മനസ്സിൽ തന്നെ ഈ പറയുന്ന ഇത്രയും വലിയ ശ്രദ്ധ ബിംബങ്ങൾ പോലെ നിൽക്കുന്ന ഈ മാനസിക വ്യാപാരങ്ങളുടേതായ ഒരു തലമുള്ളപ്പോൾ അങ്ങയുടെ മനസ്സിൽ ഈ ചുറ്റാ കാണുന്ന എല്ലാവരുടെ മനസ്സിലും ഈ പറയുന്നൊരു മൈൻഡ് ഉണ്ട്. അപ്പോൾ മോഡേൺ ഫിസിക്സ് ഉൾപ്പെടെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്. അപ്പോൾ യൂണിവേഴ്സൽ മൈൻഡ് കോൺഷ്യസ്നസ് നമുക്ക് വിടാം. ഈ യൂണിവേഴ്സൽ മൈൻഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ബഹുമുഖതകളുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും ഡൈവേഴ്സിറ്റികളുടെയും ഡിസ്പാരിറ്റികളുടെയും അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ്? ഇപ്പൊ നമ്മൾ മൈൻഡ് എൻ്റെ മൈൻഡ് എന്ന് ആണല്ലോ നമ്മൾ തുടങ്ങിയത്. അങ്ങനെയൊന്നും ഇല്ല. അതില്ല എന്ന് പറയാൻ കാരണമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൈൻഡ് ഒരു ഇൻഫർമേഷൻ പ്രോഗ്രാമിംഗ് സിസ്റ്റമാണ്. ഇങ്ങനെയാണല്ലോ, ഒരു കാര്യം കണ്ടാൽ മനസ്സിലാവും. അപ്പം അതൊരു സിസ്റ്റം അവിടെ ഉണ്ട്. ആ സിസ്റ്റം ഉള്ളതാണ്. അപ്പം ഏത് ആംഗിളിൽ ഇരുന്നുകൊണ്ടാണ് ഈ സിസ്റ്റത്തിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഈ സിസ്റ്റം പുറത്തെ ലോകത്തെ കാണുന്നത്, അതിനനുസരിച്ചേ കാണാൻ പറ്റും. അല്ലേ? ഇപ്പം ബിജു എന്നെ കാണുന്നു, ഞാൻ ബിജുവിനെ കാണുന്നു. നമ്മൾ രണ്ടുപേരും ഒരു കാര്യം കാണുന്നേ ഇല്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒരേ എക്സ്പീരിയൻസിൽ ഇരിക്കുകയാണ്. അല്ല, 2 എക്സ്പീരിയൻസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ മുറിയിലിരിക്കുന്ന 5 പേരും 5 ആംഗിളിൽ നിന്ന് ഒരു കാര്യത്തിനെ നോക്കുക. മറ്റേ ആനയുടെ കഥ. അപ്പൊ കാണുന്നതിനനുസരിച്ചാണ് ഇവിടെ ഇംപ്രഷൻ പോകുന്നത്. ആ ഇംപ്രഷനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നേരത്തെയുള്ള പ്രീവിയസ് ഡാറ്റ എടുത്ത് അതിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിന്റെ ബേസിസിൽ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ കാര്യത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാവരും പല ആംഗിളിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇൻപുട്ടൊക്കെ എവിടെ നിന്ന് വന്നു? ഇത് പുറത്ത് കിടപ്പുണ്ട്. ഈ ഇൻപുട്ട്, ഈ കളേഴ്സും ഈ ലൈറ്റും ഈ പൂക്കളും പ്രകൃതിയും എല്ലാം ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ പല സ്ഥലത്തൂടെ നോക്കിയപ്പോൾ പലതായിട്ടാണ് നമ്മുടെ ഇംപ്രഷനിൽ കയറി അകത്തേക്ക് വന്നത്. പക്ഷെ ഇതിന്റെ സോഴ്സ് പുറം തന്നെയാണ്. ഇതൊക്കെ ഒരു കോഡിഫൈങ് ഇൻസ്ട്രുമെന്റ് ആണ് നമുക്കുള്ളത് എന്ന് പറയാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ നോക്കുന്നത്. ഇതകത്തൊന്നും ഉണ്ടായി വരുന്നത് ഒരു കാര്യവും ഇതിനകത്തില്ല. ഈ പുറത്ത് കാണുന്ന കാര്യങ്ങളെ കണ്ട ആംഗിളിൽ നിന്ന് അകത്തേക്ക് എടുത്തു വെക്കാം. എടുത്തേക്ക് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്നു. മനസ്സിലാകുമ്പോൾ നമുക്ക് തോന്നിക്കുന്നു എൻ്റെ മനസ്സത് ചെയ്തു പോകും. പക്ഷെ മനസ്സിന്റെ കണ്ടന്റ് വന്നത് മുഴുവൻ പുറത്തുനിന്ന്.
അതുകൊണ്ടാണ് മനസ്സ് യൂണിവേഴ്സലായി കിടക്കുന്നത്. എൻ്റേതായ ഒരു മനസ്സില്ല. കാരണം ഈ ഇൻസ്ട്രുമെൻ്റിൻ്റെ ഡിസൈനും ഒന്ന് തന്നെയാണ്. ഈ കണ്ടന്റ് പുറത്ത് കിടക്കുന്നത് അവിടെ ഉണ്ട്. നിൽക്കുന്ന ആംഗിളിൽ നിന്ന് ഞാൻ കണ്ടു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെ ലിമിറ്റ് ചെയ്ത് മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ട് നമുക്കൊരു അഹങ്കാരമുണ്ട്. എനിക്കതറിയാം. ലിമിറ്റ് ചെയ്ത് മനസ്സിലാക്കിയതിൻ്റെ അഹങ്കാരം. ഈ കാര്യം അങ്ങനെ മനസ്സിലാക്കാനൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല ഞാൻ കണ്ടത്. ലിമിറ്റ് ചെയ്ത് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാനൊരു കൊച്ചു മനുഷ്യനായി. ഈ കൊച്ചു മനുഷ്യനെ വലിയ ആളാക്കേണ്ട ആവശ്യം നമുക്കുണ്ടല്ലോ. ഇയാൾ വലുതാണെങ്കിൽ ഇയാളെ വലുതാക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ലിമിറ്റ് ചെയ്ത് കൊച്ചു മനുഷ്യനായിരിക്കുന്നതുകൊണ്ട് വലുതാകണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കെ വലുതാകാൻ പറ്റാതിരിക്കെ വന്നു ചേരുന്നതിനെയാണ് ദുഃഖം എന്ന് പറയുന്നത്. ഇഗ്നോറൻസ്. അതാണ് ഇഗ്നോറൻസ്. അപ്പൊ അതുകൊണ്ട് നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ മനസ്സ് അങ്ങനെ യൂണിവേഴ്സൽ മൈൻഡേ ഉള്ളൂ. ഇവിടെ ഇൻഡിവിജ്വൽ മൈൻഡൊന്നും ഇല്ല. കണ്ടന്റ് എല്ലാം പുറത്ത് കിടപ്പുണ്ട്, പുറത്തുനിന്ന് വരുന്നതാണ്. പിന്നെ ഇത് പ്രോഗ്രാം ഉണ്ടാക്കുന്ന പ്രോഗ്രാമിംഗ് സിസ്റ്റം നമുക്ക് എങ്ങനെയോ വന്ന് ചേർന്നിരിക്കുന്നതാണ്. ആ എവല്യൂഷന്റെ പാർട്ടായിട്ട് വന്ന് ചേർന്നിരിക്കുന്നത്. വെസ്റ്റേൺ ഫിലോസഫിയിലൂടെ വായിച്ചിട്ടുണ്ട്. അതായത് ഞാൻ കാണുന്നത് കൊണ്ട് ഞാനുണ്ട്. അതെ, അതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സാധനമാണ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും അപ്പൊ ഞാൻ കാണുന്നതുകൊണ്ട് ഞാനുണ്ട്, ഞാൻ കഴിക്കുന്നത് കൊണ്ട് ഞാനുണ്ട്, എനിക്ക് ദാഹിക്കുന്നത് കൊണ്ട് ഞാനുണ്ട്. പക്ഷെ ഞാൻ ആരെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പൊ ഞാൻ എടുക്കുന്ന ഒരു ടൂളായിട്ട് ഈ മൈൻഡ് വരുമ്പോൾ അങ്ങ് ഈ പറഞ്ഞതുപോലെ ഇതിനകത്തുള്ള ഈ കർത്തൃകത്വം അല്ലെങ്കിൽ കാരകത്വം ആരുടേതാണ്? അതാണ് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു ചോദ്യം. അപ്പൊ അത് ഇപ്പോഴ് ഇടയ്ക്ക് ചില സമയങ്ങളിലൊക്കെ ഇപ്പൊ ഒരു സാധനം കാണുമ്പോഴത്തേക്ക് അതിനെ ഞാൻ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഒരു രീതിയിലല്ല ഇപ്പൊ കാണുന്നത്. അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അത് എനിക്കൊരു ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഇല്യൂഷനായിട്ട്, അല്ലെങ്കിൽ അതൊരു പ്രൊജക്ഷൻ മാത്രമാണ്. ഇത് റിയൽ അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ആ റിയലിനെ കാണുന്ന ഒരു ഫീൽ. നമ്മൾ നിഴലിനെ കാണുമ്പോൾ നിഴലാണെന്ന് അറിഞ്ഞുകൊണ്ട് പക്ഷെ ആ നിഴലിനെ നോക്കി നമ്മൾ പേടിക്കുകയോ അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുകയോ ചെയ്യുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ ഇവിടെ ഈ മൈൻഡ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണെങ്കിൽ ഈ ഉള്ളിലിരിക്കുന്ന ഈ കോൺഷ്യസ്നസ്, അതിനെ നമുക്ക് വേണമെങ്കിൽ ബോധമെന്നോ അല്ലെങ്കിൽ ആത്മാവെന്നോ ഒക്കെ വിളിക്കാം. അപ്പൊ അത് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? അതും ഒന്നാണല്ലോ. അത് എങ്ങനെയാണ് ഈ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജക്ടിവിറ്റി അതിനകത്ത് വരുന്നത്? അതായത് ഇപ്പൊ നമ്മൾ ഈ ആത്മാവെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ബ്രഹ്മം എന്നൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഈ ബ്രഹ്മം എന്ന് പറയുന്നതിന്റെ ഒരു ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഒന്നുമില്ല അവിടെ. അതുകൊണ്ട് അത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഇങ്ങനെ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത തലമുറയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ടിട്ടുള്ള ആചാര്യന്മാർ ഒരുപാട് ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഏകം, നിത്യം, വിമലം, അചലം, സർവഥാ സാക്ഷിഭൂതം, എപ്പോഴും സാക്ഷിയായിട്ട് നിൽക്കാൻ, ഭാവാതീതം, ഈ പറഞ്ഞ ഭാവങ്ങളൊന്നും ഇല്ലാതെ, ത്രിഗുണരഹിതം, തത്വം. ഇതാണ് ഇങ്ങനൊരു വേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് ബ്രഹ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇത് പറയുമ്പം ബ്രഹ്മമല്ല നമ്മൾ പറയുന്നത്, എങ്കിലും ഇങ്ങനെ ഒരു സ്ഥലമുണ്ടല്ലോ. ഇതെന്താണെന്ന് നമ്മൾ നോക്കുക. ഞാൻ സപ്പോർട്ട് എടുത്തു, നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഇതിങ്ങനെ നോക്കി. ഇത് എവിടെയാണ് ഇരിക്കുന്നത്? ഏകം. നമ്മൾ എപ്പോഴും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടിരിക്കുക. എങ്ങനെ? നമ്മുടെ സെൻസ് എന്നും, നമ്മുടെ മൈൻഡ് എന്നും, നമ്മുടെ ഇന്റലക്ട് എന്നും, നമ്മുടെ ഈഗോ എന്നും, നമ്മുടെ ചിത്തെന്നും, പിന്നെ ഇങ്ങനെ പല പല രീതിയിൽ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട്, അതായത് ഡ്യൂട്ടിക്ക് അനുസരിച്ച് ആ ഡിവിഷൻ ഉണ്ട്. പക്ഷെ അതിലേതെങ്കിലും ഒന്നിൽ പിടിച്ചിട്ട് അത് ഞാനാണെന്ന് അതിനകത്തിന് വീണ്ടും ഈ സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. എന്റെ വലത്തേക്കുണ്ട്, എന്റെ അടുത്തേക്കുണ്ട്, എന്റെ വലത്തെ ചെവി എടുത്ത് ചെവി എന്നുള്ള രീതിയിൽ വീണ്ടും പോകും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇതിനെ നമ്മളായിട്ട് അത് ഫ്രാഗ്മെന്റ് ചെയ്ത് അവിടെയാണ് നിൽക്കുന്നത്. ഈ ഫ്രാഗ്മെന്റേഷനിൽ നിൽക്കുന്ന ഒരു കാര്യം അത് ഫുള്ളല്ല, കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് അത് സത്യവുമല്ല എന്നാണല്ലോ. അപ്പൊ ഇത് കംപ്ലീറ്റ് അല്ലാതിരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ റിലൈ ചെയ്തിരിക്കുന്നത്, അത് സത്യമാണെന്ന് വിചാരിക്കുന്നത് ഒരു ആരോപിക്കൽ മാത്രമാണ്. ഈ ആരോപിക്കൽ എന്ന് പറയുന്നത് കൺഫേം ചെയ്യാനുള്ള ബാധ്യത കൂടെ നമുക്ക് വരും പറയുമ്പോൾ. അപ്പൊ അത് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ കോൺട്രഡിക്ഷൻ അതിനകത്തുണ്ട്. അതിനുവേണ്ടി നമ്മളിങ്ങനെ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത് കൺഫേം ചെയ്ത് എൻ്റെ അറിവ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള അറിവാണ് എന്ന് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടി ഇതിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കൺഫർമേഷൻ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് കൺഫേം ചെയ്യണമെന്ന് നമുക്ക് തോന്നിക്കുന്നതിനെ ഇഗ്നോറൻസ് വീണ്ടും പറയാം. അപ്പം ഈ പ്രോഗ്രാം ഇങ്ങനെ ഓണായി കിടക്കാം എപ്പോഴും. ഇനി ഈ പ്രോഗ്രാം നാം നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രോഗ്രാം ഉണ്ടാക്കിയിരിക്കുന്ന ഈ നടത്തുന്ന ഇൻസ്ട്രുമെന്റ്, ഈ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നതിന്റെ ബേസ് എന്താണ് മനസ്സിലാക്കുന്ന
ഒരു പ്രോഗ്രാമിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ബേസ് എന്താണ്? ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ശാസ്ത്രം പറയുന്ന അതേ ബേസാണ്. എന്താണ്? സ്പേസ് ടൈം കാസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. ഇത് എക്സിസ്റ്റ് ചെയ്യാനൊരു ടൈമാണ്, ഒരു തോട്ടിന് എക്സിസ്റ്റ് ചെയ്യാനൊരു ടൈമാണ്, അത് എക്സിസ്റ്റ് ചെയ്യാൻ സ്പേസ് വേണം. അതിൻ്റെ ഫലമായിട്ട് അതിനകത്ത് അതിനൊരു കോസും അതിനൊരു ഇഫക്റ്റും ഉണ്ടാകും. ഈ സിസ്റ്റമാണ് നമ്മുടെ ഈ മൈൻഡ് സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. എന്നാൽ ബ്രഹ്മം എന്ന ഐഡിയ, ഈ പറഞ്ഞിരിക്കുന്ന ഐഡിയ, അത് ഇപ്പം പറയുമ്പോൾ ഐഡിയ ആണ്, അതെന്താണെന്ന് സ്വയം മനസ്സിലാക്കണമെങ്കിൽ ഈ കാസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, ടൈം സ്പേസ് കോസേഷൻ എന്ന് പറയുന്ന ഈ കാര്യത്തിൻ്റെ പുറത്തിറങ്ങി വരാൻ മനുഷ്യൻ്റെ മനസ്സിന് സാധിക്കുമോ എന്ന് നോക്കാം. കാരണം ഇതിൻ്റെ ബേസാണ്. അങ്ങനെ മൈൻഡിന് പുറത്തിറങ്ങി വരാൻ പറ്റത്തില്ല. പക്ഷേ മൈൻഡ് ഡ്രോപ്പ് ആകാൻ പറ്റും. മൈൻഡ് എപ്പോഴാണോ ഡ്രോപ്പായി പോകുന്നത് ആ സന്ദർഭത്തിൽ മൈൻഡില്ല. ആ പോസിബിലിറ്റിയാണ് ഇതിനകത്തുള്ളത്. ഈ പോസിബിലിറ്റിയെ എക്സ്പ്ലോർ ചെയ്യാം. ഈ മൈൻഡ് വെച്ച് എക്സ്പ്ലോർ ചെയ്യും, വേറെ ഒന്നും കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറ്റാത്ത കാര്യത്തിന് പറ്റാത്ത ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് വഴിയൊക്കെ തെറ്റിയൊക്കെ നമ്മൾ പോയെന്നിരിക്കാം. പക്ഷെ അവസാനം മനസ്സിലാകുന്ന എന്താണ്? ഇത് ഡ്രോപ്പ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരു കൺഫർമേഷൻ വരിക. അപ്പൊ എല്ലാ സന്ദർഭങ്ങളിലും ഇത് ഇങ്ങനെ സർഫസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ കാണുകയാണ് ഇയാൾ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ എന്താണ്? ഇയാൾ ഒബ്സർവേഷനിലോട്ട് നിർത്തുക. ഇയാൾ ഒബ്സർവേഷനിലോട്ട് നിന്നാൽ ഭയങ്കര ഫങ്ക് ചെയ്ത് നിർത്തി കളയും പരിപാടി. അയാൾ നോക്കിയാൽ മിണ്ടാതെ പൂച്ചയെ പോലെ ഉറങ്ങുന്നതാണ്. കുറച്ചു നേരം നോക്കിയിട്ട് അങ്ങ് ഉറങ്ങിക്കളയും. അപ്പം അതുകൊണ്ടാണ് ഈ ഒബ്സർവേഷൻ പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട് ഈ ആചാര്യന്മാർ പ്രപ്പോസ് ചെയ്തത്. അപ്പം നമ്മൾ മൈൻഡിനെ ഇങ്ങോട്ട് നോക്കുമ്പോൾ അതിൻ്റെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. ആ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഒരെണ്ണം ഓണായിരിക്കും. ആ ഓണായിരിക്കുന്ന ആക്ടിവിറ്റിയെ വളരെ നിശ്ചലമായി നിന്ന് ഈ മൈൻഡ് തന്നെ കാണുക. ഇങ്ങനെ മൈൻഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയെ കാണുമ്പോൾ ഈ ഇരിക്കുന്ന മൈൻഡ് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുക. ഒന്ന് ഒബ്സർവർ മൈൻഡായിട്ട് മാറുകയാണ്. ആക്ടർ മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് അയാളുടെ ആവശ്യപ്പെടുന്നു, കാണാൻ പറയുമ്പോൾ ഇയാൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരു കാര്യം ഫുള്ളായിട്ടിരിക്കുന്നതിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ വീക്കാവും. അപ്പോൾ ഒബ്സർവർ മൈൻഡ് ആക്ടർ മൈൻഡിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുന്നു. അപ്പോൾ ആൾറെഡി മൈൻഡിൻ്റെ പവർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്ന് കുറച്ച് വീക്കായി നിൽക്കുകയാണ്. അത് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഒബ്സർവേഷനിലേക്ക് വയ്ക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന ആക്ടർ മൈൻഡിന് അത് സ്വാഭാവികമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ വരും. ആ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മൈൻഡിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ആണല്ലോ, കുറേ പ്രവർത്തനങ്ങൾ അത് ചെയ്യുന്നു. ആ സിസ്റ്റത്തിനാണ് മൈൻഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് കോഡിഫൈ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റും ബ്രെയിനുമാണ്. അപ്പോൾ ആ മൈൻഡിൻ്റെ ഈ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മൈൻഡ് തന്നെ മൈൻഡിനെ കാണാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വീക്കനിങ് ഓഫ് മൈൻഡിൻ്റെ ചില ഫങ്ഷൻ ഉണ്ടാകും. അത് ഉണ്ടാകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ ഇങ്ങനെ ഒരു പാറ്റേണിൽ വർക്ക് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഈ പാറ്റേൺ നമ്മളുടെ ഡോമിനേറ്റ് ചെയ്യും. ചിന്തിക്കണ്ടല്ലോ, ആ പാറ്റേണിൽ അങ്ങ് പോയാൽ മതി. അങ്ങനെ പല പ്രാവശ്യം ഒരേ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അത് ജീവിതത്തിൻ്റെ ആകത്തുകയിൽ വന്ന ഒരു ഷിഫ്റ്റായിട്ട് മാറിക്കിടക്കും. അത് നമ്മുടെ ഒരു പ്രത്യേക പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു സംസ്കാരമായി മാറും. അങ്ങനെ ഉണ്ടായ സംസ്കാരത്തിൻ്റെ ആകത്തുകയിൽ നിന്നിട്ടാണ് ഓരോ മനുഷ്യരും പ്രവർത്തിക്കുന്നത്. വാസന പിന്നെ സംസ്കാരം. ഹാബിറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് വാസന പിന്നെ സംസ്കാരമായി മാറും. സംസ്കാരമാകുമ്പോൾ ഇത് വളരെ ഡീപ്പ് റൂട്ടഡാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഡീപ്പ് റൂട്ടഡായി നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനത്തിന് നമുക്ക് മാറ്റം പ്രയാസമാണ്. അതിന് നമുക്ക് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ്റെ ആവശ്യമുണ്ട്. എന്താ നടക്കുന്നത് എന്ന് അത്ര ഡീപ്പായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ വാസന അത് സർഫസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നേരത്തെ ഒരു പാറ്റേൺ അത് ഒരു സ്ഥലം വരുമ്പോൾ അങ്ങോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണും, നമ്മൾ റിയലൈസ് ചെയ്യും. റിയലൈസ് ചെയ്യുമ്പോൾ പിന്നെ ഇതിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. എന്നാലും അതിനൊരു ഫോഴ്സ് ഉള്ളതുകൊണ്ട് അത് വീണ്ടും വരും. അങ്ങനെ എപ്പോഴും നമ്മൾ ഒബ്സർവറായി നിൽക്കുമ്പോഴത്തേക്കുമാണ് ഈ വാസന ബലക്ഷയം സംഭവിക്കും. വാസനാ ബലക്ഷയം മോക്ഷം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ആ വീക്കനിങ് വാസന ഈസ് മോക്ഷം. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തും. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ ഈ കണ്ടുകൊണ്ടിരുന്ന ലോകത്തിനെ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഈ ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കിയ ഒരു കോംപ്ലക്സ് സിസ്റ്റം
അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒക്കാത്തൊരു കണ്ടീഷൻ വരും. ഉം, ഉം, അങ്ങനെ വരും. ഉം. അങ്ങനെ ആ കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് ഇതിന് ഇറങ്ങാൻ പറ്റത്തില്ല. ഉം. നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഒബ്സർവ് ചെയ്തേ പോകും. അതെ, അതെ. അങ്ങനെ ഈ മൈൻഡ് അങ്ങ് സെറ്റിലാവും. ഉം, മൈൻഡ് അങ്ങ് സെറ്റിലാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രവർത്തനവും ഇപ്പം നടക്കുന്നില്ല. ഉം, ഉം, ലോകമുണ്ട്, ഉം, ഉണ്ട്, ഈ പ്രൊജക്ഷൻ നടക്കുന്നില്ല. ഉം. ലോകമുണ്ടായിരിക്കെ പ്രൊജക്റ്റ് ചെയ്ത് ഇത് മറ്റൊന്നാക്കി മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇല്യൂഷന് പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട്. ക്ലാരിറ്റി വരും. ഉം, ആ തോട്ട് വരുന്നത് നമ്മളെ എന്തോ മനസ്സിലാക്കിപ്പിക്കാനാണ്. ഉം, തോട്ട് വരുന്നത് മെമ്മറിയുടെ കണ്ടന്റിൽ നിന്നാണ്. ഉം, ഉം. നേരത്തെ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ട് മെമ്മറിയിൽ അതിനെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് പിൽക്കാലത്ത് വരുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ഈ മെമ്മറിയെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഉം, 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 ഉം. അപ്പോൾ ഈ കാര്യം കണ്ട ഉടനെ തന്നെ മനസ്സിലാകുന്ന ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഈ മെമ്മറിയുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. ഉം, 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 ഉം. അങ്ങനെ വരുമ്പോൾ മെമ്മറി ഡീഫങ്ക്റ്റ് ആവുന്നില്ല, അവിടെ ഉണ്ട്, അതിൻ്റെ മുകളിലുള്ള ബോണ്ട് പോകും, ഉം, 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 ഉം. മെമ്മറിയൊക്കെ പോകും. ഉം. ഈ മെമ്മറിയിലാണ് നമ്മുടെ വാസനയെല്ലാം ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുന്നത്. അതെ, അതെ. അപ്പോൾ അതോടൊപ്പം തന്നെ വാസനയും പോകും. ഉം, അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് കാണാൻ തുടങ്ങും. ഉം, ഉം, ഉം. നേരത്തെ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഒരു കാര്യം കാണുമ്പോൾ അത് കാണണം, അപ്പോഴാണ് നമ്മുടെ പ്യുവർ പെർസെപ്ഷൻ സംഭവിക്കുന്നത്. ഉം, ഉം. ഇത് കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്താലേ വരത്തുള്ളൂ. ഉം, ഉം, ഉം. അതല്ലെങ്കിൽ നമ്മളിത് കാണേണ്ട ഉടനെ പോവാണെന്ന്, ഒരു പൂവിനെ കണ്ടാൽ പോവാണെന്ന് പറയും, പിന്നെ അതിൽ ഫർദറായിട്ട് കോംപ്രിഹെൻഡ് ചെയ്യാവുന്നില്ലല്ലോ. ഉം. എന്നാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് അത് നോക്കി 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 ഇരിക്കുമ്പോൾ മനസ്സിൽ അതുവരെ ഉള്ള എല്ലാ ആക്ടിവിറ്റീസും സ്റ്റോപ്പ് ആവുകയും ഈ പൂ മാത്രമായി മാറുകയും ചെയ്യും. ഉം, ഉം. വേറെ കണ്ടന്റ് ഒന്നും ആക്റ്റീവ് അല്ലാതെ പൂ മാത്രമായി നിൽക്കുമ്പോൾ ഇയാൾ പൂവായി മാറുന്നതിന് തുല്യമാണ്. ഉം, ഉം. അപ്പൊ ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിൽ സംഭവിക്കുന്നതിന്റെ മറ്റൊരു ഇതായിട്ട് എടുക്കാമല്ലോ. ആണ്. ഉം. അതുകൊണ്ടാണ് അവർക്ക് ഇത് കാണുമ്പോൾ ആനന്ദം വരുന്നത്. നമ്മുടെ സയൻസിൽ പറഞ്ഞ മെച്ചൂർ മൈൻഡ് അല്ല, ഇമ്മച്ചൂർ മൈൻഡ് ആണ്. അത് ശരിയാണ്. ഇമ്മച്ചൂർ മൈൻഡിന് ആനന്ദം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിരിക്കട്ടെ. ആനന്ദമുണ്ട്. അതെ, അപ്പൊ ആ ആനന്ദമാണ് നമ്മൾ ഈ ബ്ലിസ് എന്ന് പറയുന്നത്. അതെ, അതെ, അല്ലേ എന്ന് പറയുന്നത്, ഈ സ്പിരിച്വൽ ബ്ലിസ് എന്നൊക്കെ പറയും. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന ആനന്ദത്തിനല്ലേ എല്ലാം ചെയ്യുന്നു. അതുണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യുന്നതെല്ലാം വെറുതെ ചെയ്തു എന്നല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഈ മൈൻഡിനെ നമ്മൾ പൊങ്ങി വരുന്ന ചിന്തകൾ മെമ്മറിയിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ മെമ്മറി അതിനെ ട്രിഗർ ചെയ്യുന്നതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. അത് വാസനാണ്. അതിനെയാണ് നമ്മൾ കുറെ കൂടെ റിഫൈൻഡ് ആക്കി കുറെ കൂടെ ഡീപ്പാക്കി അപ്പൊ ഇതിനകത്ത് സംസ്കാരമാക്കി മാറ്റും വാസന. ആ സംസ്കാരത്തിന്റെ ആകത്തുകയിൽ മോളിൽ കയറി ഇരിക്കുന്ന ഒരു പൂനയുടെ മോളിൽ ഇരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാളിനെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്പോഴാണ് ഈ എക്സാമിനേഷൻ ആവശ്യമായി വരുന്നത്. ഞാനിത് ഇങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്, ഇതുവരെ ഞാൻ കാര്യം കണ്ടില്ല എന്ന് തോന്നുന്ന സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങോട്ട് നോക്കാമല്ലോ. അങ്ങനെ നോക്കി വരുമ്പോൾ നമ്മൾ മനസ്സിലാകുന്ന വെച്ചാൽ ഇതെല്ലാം ഓരോ ഡിഫറൻറ്റ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ചെറിയ തടാകത്തിൽ നമ്മുടെ കല്ലെടുത്തിടുമ്പോൾ അതിങ്ങനെ റിപ്പിൾസ് ഉണ്ടാക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ വളരെ അപ്പാരൻ്റലി വളരെ വീക്കായിട്ടുള്ള ഓളങ്ങളായിരിക്കും. പക്ഷേ ഇത് ഓരോന്നും ആ കരയിൽ പോയി അല്ലെങ്കിൽ അതിൻ്റെ ഷോറിൽ പോയി അടിച്ചിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ആഘാതങ്ങൾ എന്നാണ് എന്നെ പറയുന്നത്. അത് ഉണ്ടാകും. ചിലപ്പോൾ വളരെ നേരത്തെ ഒരു ചെറിയ മൺതരി പൊഴിഞ്ഞ് താഴേക്ക് വീഴാം, അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു പ്ലാങ്ക്ടനെ പോലുള്ളൊരു സാധനം കൊഴിഞ്ഞ് താഴെ, അതിനെ സംബന്ധിച്ചൊരു വലിയ ആഘാതമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചത് വളരെ ചെറുതാണ്. അപ്പം മനസ്സെന്ന് പറയുന്ന ആ ഒരു തടാകത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും ഇതുപോലെയുള്ള ഓളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടതെന്ന് വെച്ചാൽ ഒരു ശാന്തമായ തടാകത്തിൽ നമ്മൾ മുഖം നോക്കുമ്പോൾ നമുക്ക് മുഖം കാണാൻ പറ്റും. നാർസിസിനെ പോലെ നന്നായിട്ട് മുഖം കാണാൻ പറ്റും. പക്ഷെ അതുകൊണ്ടെന്ന് ഓളങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലെയർ ഔട്ടായി പോകുന്നു. ഇനി ആ മണ്ണും ചെടിയെ കൂടെ കുത്തി നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വർഷങ്ങളോളം ഇരുന്നാൽ മാത്രമേ ആ വെള്ളം തെളിഞ്ഞിട്ട് നമുക്ക് ഈ മുഖം കാണാൻ പറ്റുള്ളൂ എന്നും പറയുന്നു. അപ്പം നമുക്ക് ഇതിനെ ചേർത്ത് വായിക്കാൻ പറ്റുമല്ലോ ഈ പറഞ്ഞൊരു എക്സാമ്പിളിലൂടെ. അപ്പോൾ ഇതിപ്പോൾ അതുകൊണ്ടല്ലേ ചില യോഗ സമ്പ്രദായങ്ങളിൽ ഈ മുഖം തെളിഞ്ഞ് കണ്ട ഈ മുഖം ഇതിനടിയിൽ കിടക്കുന്ന ചേറിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അതെ, അതെ. ഇപ്പോൾ കുളം കലക്കിയിട്ട് അവിടെയുള്ള സാധനത്തിനെ പിടിക്കുന്ന പരിപാടിയാണ് ചില യോഗശാസ്ത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ പ്രധാനപ്പെട്ട യോഗശാസ്ത്രം കുണ്ടലിനി യോഗ. അത് ഈ പാണ്ട്, അപ്പൊ ദാറ്റ് വിച്ച് ഇസ് ഹിഡൻ ഇൻ എ പാണ്ട് എന്നാണ് കുണ്ടലിനിയുടെ അർത്ഥം. ഒരു കുളത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഗുഹയ്ക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന ശക്തി ചൈതന്യമാണ് ഈ കുണ്ടലിനി. അപ്പൊ അതുകൊണ്ടാണ് ഇത് അതിനകത്ത് കാണും വേറെയും കൂടെ, നമ്മൾ കണ്ടത് മാത്രമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിനെ പരീക്ഷിച്ച് നോക്കി പ്രാക്ടീസ് ചെയ്ത് അതിനെ ഇളക്കി മനസ്സിലാക്കണം. ശരിക്കും പാലാഴി മദനം തന്നെ അതുപോലെ പലതും ഇങ്ങനെ ഇറങ്ങി വരാം.
അളവോടവും അമൃതം വരാം എന്നുള്ള ഒരു രീതി. ഓക്കെ. അപ്പോൾ ഇതുപോലെ ഇപ്പം എത്രയും സമയം അരമണിക്കൂറായ ഒരു കാര്യം പുള്ളിക്ക് പോകാൻ നേരമായി. ഡോക്ടറാണ് നമുക്ക് കട്ടി നോക്കട്ടെ.